ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു മാലയും കമ്മലും സെറ്റ് ചെയ്യാം. ഈ മാലയും കമ്മലും എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഇപ്പോൾ സിജോയുടെ കല്യാണത്തിന് ഇട്ടില്ലേ, അതുപോലൊരു മാല നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്റർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ് വേണ്ടത്. ഇപ്പോൾ ആ സെയിം കളറിലെ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നീളത്തിന് എടുത്തതിന് ശേഷം കുറച്ച് കട്ടിക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ ത്രെഡിൽ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴിതുപോലെ നമുക്ക് ഒറ്റ ത്രെഡായിട്ട് ഇതുപോലെ കിട്ടും. ഇതിൻ്റെ 2 സെറ്റ് ത്രെഡാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ ആ ത്രെഡിൽ മൊത്തത്തിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ 2 സെറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിതുപോലെ ഒരു മാല നെക്കിൻ്റെ ഷേപ്പ് കണക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ത്രെഡ് ഒന്ന് ഇതുപോലെ വച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ സ്റ്റോണിൽ ഓരോന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ത്രെഡിനകത്ത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക. ഈ രീതിക്ക് നമുക്ക് ഇപ്പം നമ്മൾ നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ ഈ സ്റ്റോണ് കവർ ചെയ്യണത്. ബാക്കിലോട്ട് നമുക്ക് ഒന്നേ ബാക്ക് ത്രെഡോ അല്ലെങ്കിൽ ബാക്ക് ചെയിനോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ നമ്മൾ കമ്മലുകൾ മുന്നേ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതുപോലെ മാല ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റോണ് വയ്ക്കുന്നതനുസരിച്ച് ത്രെഡ് ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം. എത്രമാത്രം ലെങ്ത് വേണോ അത്രയും വച്ചിട്ട് ഞാനിപ്പോൾ ഒരു 17 സ്റ്റോണ് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നെക്കിൻ്റെ പോർഷൻ കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് 2 ഐപ്പിന്നാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 2 സിൽവറിൻ്റെ ഐപ്പിന്നാണ് എടുത്തേക്കുന്നത്. അതിന് നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഗം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഐപ്പിന്നിന് മുകളിലായിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുക. അതായത് നമ്മുടെ ഐപ്പിന് പുറത്ത് കാണാത്ത രീതിയിൽ. അത് സെറ്റ് ആവണ ടൈമിൽ നമുക്കൊരു സ്റ്റഡ് തയ്യാറാക്കാം. അതിന് ഇതുപോലെ സ്റ്റോണിൽ ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം സ്റ്റഡിൻ്റെ ഫ്രെയിം ഇതുപോലെ വച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ കമ്മൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ 2 കമ്മലും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പം കമ്മൽ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബാക്ക് ചെയിനാണ് എടുത്തേക്കുന്നത്. ബാക്ക് ചെയിന് നമ്മൾ സിൽവറാണ് എടുത്തേക്കുന്നത്. സിൽവറിൻ്റെ ബാക്ക് ചെയിന് ഇതുപോലെ ഐപ്പിന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് നമുക്കിതുപോലെ ഐപ്പിന്നിനകത്ത് ചെയിന് കണക്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡിനും ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടതിന് ശേഷം പോയി ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജാസ്മിൻ ഇട്ടേക്കുന്ന സെയിം മോഡൽ അല്ലേ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ സെയിം കളറ് തന്നെ, പക്ഷേ ഇതിനകത്തൊരു റെഡായിട്ടാണ് തോന്നുന്നത്. റെഡല്ല, ജാസ്മിൻ ഇട്ടേക്കുന്ന ആ സെയിം കളറ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് മാലയും കമ്മലും കിട്ടുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.